ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോർട്സ്മാൻ്റെ പുതിയ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൂബ് ഒരു BR റാങ്ക്ഡ് ഗെയിം പ്ലേ ആയിട്ടാണ്. ഒരു ഗെയിം പ്ലേ മാത്രമല്ല, ഒരു മൂന്നാല് മാച്ചിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കിട്ടിയിരിക്കുന്ന ബെർമുഡ മാപ്പാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഷിപ്പ് യാർഡിലോട്ടാണ് കേസ്. അപ്പോൾ കേസ് നിങ്ങളുടെ ഇപ്പോഴത്തെ BRലെ റാങ്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഹീറോയ്ക്ക് 2 സ്റ്റാറാണ്. ലൈറ്റ് ഹീറോയ്ക്കിലോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സീസൺ തീരുമ്പോൾ ഒരു മാസ്റ്റർ 2 സ്റ്റാർ ഒക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗോള്. അപ്പോൾ അതേ നമ്മൾ ഇവിടെ നിന്നാണെങ്കിൽ മാക്സിമം ലൂട്ടെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. P90 തന്നെ നമ്മുടെ ഗണ്ണ് തന്നെ അതിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഞാൻ P90ക്ക് ഇപ്പോൾ വെപ്പൺ ഗ്ലോറി പുഷ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെയൊക്കെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. കേരള P90യിലൊക്കെ കയറിയതായിരുന്നു. പക്ഷേ എന്തൊക്കെയോ പറ്റിയിട്ട് കേരള P90യിൽ നിന്ന് ഇറങ്ങി. ഞാൻ കുറേ നാളൊന്നും കളിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരെ ഇറങ്ങുന്ന സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പിന്നെയും വിചാരിച്ചത് പിന്നെയും വെപ്പൺ ഗ്ലോറിയും കൂടെ പുഷ് ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുക, എന്നിട്ട് ലാസ്റ്റ് എനിമീനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയേച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ കുറേ മണ്ടത്തരമൊക്കെ കാണിക്കുന്ന ഗെയിം പ്ലേ ഒക്കെ ഉണ്ട്. ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഗൈസ്. അപ്പോൾ ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്കാണ് നമ്മുടെ ഒരു പ്രചോദനം. അപ്പോൾ അതാണ്ട് നമ്മൾ ഷിപ്പ് യാർഡിൽ നിന്ന് പതിയെ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടോക്കൺ കളക്ട് ചെയ്തിട്ട് ആഴ്സണൽ തുറക്കുക, അതാണ് നമ്മുടെ ഗെയിം പ്ലേയിലുള്ള മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ ചാനൽ റോഡ് ടു 7K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ. പിന്നെ നിങ്ങൾ ഫ്രീ ഫയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൺ ഏതാണ് കേസ്? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേസ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് കണ്ട് ഒരു 200 ടോക്കൺ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ പ്ലാന്റേഷൻ്റെ അവിടെ ചെന്നിട്ട് ആ വെൻഡിങ് മെഷീൻ്റെ സൈഡിൽ ഒരു വണ്ടി കാണും. അവിടെ നിന്നൊരു വണ്ടി എടുത്തിട്ട് നമുക്ക് ടോക്കണൊക്കെ കളക്ട് ചെയ്തിട്ട് പയ്യെ ആഴ്സണലൊക്കെ തുറന്നിട്ട് ലൂട്ടൊക്കെ അടിക്കാൻ നേരത്ത് എനിമീസിൻ്റെ എണ്ണമൊക്കെ കുറയും. പിന്നെ ഗൈസ് ഞാൻ താണ്ട് ഒറിയോൺ ഇട്ടിട്ടാണ് കളിക്കുന്നത്. ക്യാരക്ടർ ഒറിയോണാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇത്ര നാൾ 1 വർഷമായിട്ടും ദിമിത്രി ക്യാരക്ടർ ഇട്ടിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ദിമിത്രി പ്ലസ് സോണിയായിരുന്നു. അപ്പോൾ ഞാനൊരു ന്യൂബായിരുന്നത് കൊണ്ട് തന്നെയായിരുന്നു അതിട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു ക്യാരക്ടർ സ്കില്ലും യൂസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ മണ്ടത്തരമൊക്കെ ഞാൻ ഗെയിം പ്ലേയിൽ കാട്ടുന്നുണ്ട്. ഞാൻ ദിമിത്രി മാറ്റി യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് വരുന്ന OB49 അപ്ഡേറ്റിൽ എന്തോ ദിമിത്രി ക്യാരക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് സോണിയ ക്യാരക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ദിമിത്രി ക്യാരക്ടർ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ കേട്ടു. അപ്പോൾ പിന്നെ നമ്മളത് യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല നമ്മൾ വേറെ ക്യാരക്ടർ സ്കില്ലും യൂസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ക്യാരക്ടർ സ്കില്ല് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഇട്ടിരിക്കുന്ന ക്യാരക്ടർ കൈറോസ് ക്യാരക്ടറാണ്. എന്നിട്ട് എൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഒറിയോൺ ക്യാരക്ടർ. പിന്നെ ലുക്വറ്റയും വേറൊരു ക്യാരക്ടറും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതേ ഒരുത്തനെ അടിച്ചു ഗൈസ്. നമുക്ക് കണ്ട് ഇവിടെ നിന്ന് നൈസായിട്ട് മുങ്ങാം. ഒരു 200 ടോക്കണും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഴ്സണൽ കീ മേടിക്കാനുള്ള ക്യാഷ് ആവും. ഇവിടുന്ന് ഒരു 200 ടോക്കണും കൂടെ എടുത്തിട്ട് നമുക്ക് പോയിട്ട് ആഴ്സണൽ കീ മേടിക്കാം ഗൈസ്. അവൻ എനിക്ക് തോന്നുന്നു ആ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് അവന് നമ്മളെ ഇനി അറ്റാക്ക് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, അവൻ കാണാതെ നൈസായിട്ട് നമ്മളിവിടെ വന്നിട്ട് ആഴ്സണൽ കീ മേടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആഴ്സണൽ കീ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു സൂപ്പർ മെഡിക്കിറ്റ് ഗ്ലൂമെൽട്ടർ, അത് നിങ്ങൾ ഉറപ്പായിട്ട് മേടിക്കേണ്ട കാര്യമാണ് കേസ്. നിങ്ങൾ സർവൈവലായിട്ട് പുഷ് ചെയ്യുന്ന പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അതൊരു പോയിൻ്റായിട്ട് ഓർത്ത് വെച്ചോ. നിങ്ങൾ വെൻഡിങ് മെഷീനിലോട്ട് വരുമ്പം കയ്യിൽ ടോക്കണൊന്നും ഇല്ലെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു സൂപ്പർ മെഡിക്കിറ്റ് മേടിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് താണ്ട് ആഴ്സണൽ തുറക്കാനായിട്ട് നമ്മുടെ പ്ലാന്റേഷൻ്റെ അടുത്തുള്ള ആ ആഴ്സണൽ തന്നെ തുറക്കാനായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഞാനിത് തുറക്കാനായിട്ട് വന്നപ്പോഴാണ് വേറൊരു പ്ലെയർ അവിടെ വണ്ടി പിടിച്ച് വന്ന് നിൽക്കുന്നത് കണ്ടത്. അവനവിടെ നിന്നതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ വിചാരിച്ചു അവനങ്ങോട്ട് പൊയ്ക്കാണോന്ന്. അല്ലല്ല, അവൻ വണ്ടി പിടിച്ച് അങ്ങോട്ട് പോയി. അവൻ വണ്ടിയിൽ തന്നെ ഇരുന്ന് പോയി ഗൈസ്. ഓക്കെ, വേറൊരു പ്ലെയർ ഇപ്പോൾ അങ്ങോട്ട് വരും, നിങ്ങൾ കണ്ടോ. അവൻ വണ്ടി പിടിച്ച് തന്നെ പോയെന്ന് തോന്നുന്നു. വേറൊരു പിള്ളേർക്ക് വരുമല്ലോ. അതാണ്ടേ വന്നു. അവൻ ഓടി വരുമായിരുന്നു. അവനെന്ത് ചെയ്യും, അവനവിടെ നിൽക്കുവാണ് കേസ്. ഞാൻ P90ക്ക് കുറേ കൊടുത്തു, വന്നിട്ടും പോയില്ല കേസ്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഒറിയോണൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു ന്യൂബ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ കേസ്. ഓക്കെ, എന്തോ നമ്മളവനെ കില്ല് കഴിഞ്ഞപ്പോൾ ലോഡ് എൻഡർ നമുക്ക് വന്നിട്ടുണ്ട് കേസ്. ലോഡ് എൻഡറോ അങ്ങനെ കണ്ടു. പുതിയ അപ്ഡേഷനിൽ എന്തൊക്കെയോ അങ്ങാണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. ഓക്കെ, നമ്മൾ കണ്ട ഒരു മെഡിക്കിറ്റ് അടിച്ചിട്ട് അവിടെ എനിമീനെയും കില്ലടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്.
ഓക്കെ, നമ്മുടെ വണ്ടിയൊക്കെ ഏകദേശം പൊട്ടാറായിട്ടുണ്ട്. ലൈവ് 21 ആയിട്ടുണ്ട് ഗൈസ്. ഒരു കില്ല് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ കാണുന്ന 98% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഗൈസ് കാണുന്നത്. ഇതൊരവസ്ഥയാണ്. നിങ്ങളെന്താണ് ഗൈസ് വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്യും. ഇനി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആകുമ്പോഴത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെയാണ് ആ ഗ്രീൻ സോൺ വന്നിട്ടുള്ളത്. ഇങ്ങോട്ടാണ് സോൺ വരുന്നത്. നമുക്ക് ഈ ഒരു പരിസരത്ത് തന്നെ ഇരിക്കാം. ഈ ഗ്രീൻ സോണിൻ്റെ അകത്ത് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളവിടെ സൈഡിൽ പീക്കിലുള്ള ഇവിടെ വല്ലയിടത്തും ഇരിക്കാം, അല്ലെങ്കിൽ പീക്കിലോട്ടെല്ലാം പോയിരിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ കണ്ടേ പീക്കിലോട്ട് വന്നിട്ടുണ്ട്. പീക്കിലാണെങ്കിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പുറത്താണെന്ന് തോന്നുന്നു ഫൈറ്റ് എടുക്കുന്നത്. ആഴ്സണലിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു ഫൈറ്റ് ഉള്ളത്. ഓക്കെ, അതെ ഇവിടെ തന്നെയാണ് ഫൈറ്റുള്ളത്. ഗ്ലൂ വാളൊക്കെ ഇരിക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിരിക്കാം ഗൈസ്. ഇവിടെ ഇരുന്നിട്ട് നല്ലൊരു പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് എന്നെ പുറകിൽ നിന്ന് ഏതോ ഒരുത്തൻ അടിച്ചു. ഞാൻ ഗ്ലൂ വാൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെന്നെ അടിച്ച് തീർത്ത് ഗൈസ്. എന്തൊക്കെയോ ലാഗുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കളിയിൽ എത്ര പ്ലസ്സാണ് കിട്ടിയത്? ഈ കളിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 പ്ലസ്സാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത കളി എന്ന് പറയുന്നത് നെസ്റ്ററ മാപ്പിലാണ് നമുക്ക് അടുത്ത കളി വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇറങ്ങുന്നത് മഡ് സൈറ്റിലോട്ടാണ്. അപ്പോൾ മഡ് സൈറ്റിൽ ഈ നേരത്തെ പോലെ നമ്മൾ ഷിപ്പ് യാർഡിൽ ഇറങ്ങിയപ്പോൾ എനിമീസൊന്നും അതിലായിരുന്നു. പക്ഷേ ഇത്തവണ ഒരുപാട് എനിമീസ് നമ്മുടെ കൂടെ വരുന്നുണ്ട് ഗൈസ് മഡ് സൈറ്റിലോട്ട്. ഞാൻ തന്നെ ആദ്യം തന്നെ താഴത്തോട്ട് വന്നിട്ട് ഇറങ്ങുവാണ്. ആദ്യം നമുക്ക് ഏത് ഗണ്ണാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇറങ്ങാം ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് തോംസൺ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് തോംസൺ എത്ര സ്കിന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് തോംസൺ 2 സ്കിന്നാണെന്ന് തോന്നുന്നുള്ളത്. ഓക്കെ, ഏതാണ്ട് M60 കിട്ടിയിട്ടുണ്ട്. F60 അല്ലേ അത്? ഗണ്ണിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, എന്ത് ചെയ്യാനാ. ഓക്കെ, നമ്മൾ തോംസണും ഓക്കെ അവിടെ നിന്ന് നമുക്കൊരു മോൺസ്റ്റർ ട്രക്കിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മാക്സിമം എടുത്ത് വെക്കുക. ലാസ്റ്റ് സോണൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉപകാരപ്പെടും. പിന്നെ നമ്മൾ 500 FF ടോക്കണൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. MP5 അവിടെ ഇരിക്കുന്നത്. MP5 എടുക്കണോ? വേണ്ട, നമുക്ക് തോംസൺ തന്നെ മതി. അല്ലാണ്ട് ലാൻഡ് മൈനൊക്കെ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ലാൻഡ് മൈനൊക്കെ കിട്ടുമ്പോൾ അവിടെ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫൈറ്റൊക്കെ നടക്കുന്ന റീജിയൻസ് ആണെന്നുണ്ടെങ്കിൽ എനിമി വരാൻ നേരത്തെ എനിമി തന്നെ ചത്തോളും. പിന്നെ മുകളിൽ എന്തോ എനിമി ഉള്ളതുപോലെ എനിക്കെന്തോ ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഞാൻ മുകളിലോട്ട് പോകാം. ആദ്യം ഇവിടെ വെസ്റ്റ് ലെവൽ 3 കിടക്കുന്ന കണ്ടു. അതെടുത്തിട്ട് മുകളിലോട്ട് പോകാം ഗൈസ്. അവിടെ MA2B ഒക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്നൈപ്പർ പ്ലെയർ അല്ലാത്തതുകൊണ്ട് MA2B എടുക്കുന്നില്ല. വേണ്ട, നമുക്ക് ഇപ്പോഴേ ഫൈറ്റ് എടുക്കാൻ പോകേണ്ട കാര്യം. ഇപ്പോൾ ഫൈറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാവും. മാത്രമല്ല ഹേർട്ട് കണ്ടോ, അതിപ്പോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിട്ട് ചത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റിവൈവായിട്ട് വരത്തില്ല. ഇനി 20 സെക്കൻഡും കൂടെ ഉള്ളൂ. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ചാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റിവൈവായിട്ട് വരത്തില്ല. നമുക്ക് മൈനസ് ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ നമ്മൾ താണ്ടെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഒരു 200 ടോക്കൺ താണ്ടെ ഇവിടെ നിന്ന് എടുത്തിട്ട് വേഗം പോയിട്ട് ആഴ്സണൽ കീ മേടിക്കുക. എന്നിട്ട് ആഴ്സണൽ തുറക്കാം കേസ്. ഓക്കെ കേസ്, താണ്ടെ നിൽക്കുന്ന ഒരു നെറ്റ് പോയൊരുത്തൻ. നമുക്കിവിടുന്ന് P90 കിട്ടുമെന്ന് നോക്കാം. P90 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വെപ്പൺ ഗ്ലോറിയുടെ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. P90 കിട്ടിയിരുന്നേ അത് വെച്ചിട്ട് അവനെ നമുക്ക് അടിച്ചിടാം ഗൈസ്. ഇപ്പോൾ നമ്മൾ തപ്പിപ്പോകുന്ന സമയത്ത് വേറെ വല്ല എനിമിയും വന്ന് അവൻ്റെ ഗില്ലെടുത്തുകൊണ്ട് പോകാതിരുന്നാൽ ഭാഗ്യം. അവനിപ്പോഴും അവിടെ നെറ്റ് പോയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി തിരിച്ചു വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് വല്ലയിടത്തുനിന്നും P90 കിട്ടുമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബൈസൺ ഉണ്ടായിരുന്നു. ബൈസൺ എടുത്താൽ മതിയായിരുന്നു. ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ച് കാണത്തില്ല. കാര്യം എനിക്ക് തോംസണേക്കാളും ഇഷ്ടം ബൈസണാണ് ഗൈസ്. ഓക്കെ, നമുക്ക് കണ്ട അവിടെ ഒരു മെഡിക്കറ്റൊക്കെ കിടപ്പുണ്ട്. നമ്മളതൊന്നും എടുക്കുന്നില്ല. നമ്മൾ കണ്ട താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവനെ ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും വന്ന് കൊല്ലും. അതുകൊണ്ട് നമ്മൾ കണ്ട ഇവനെ ഹെഡ് അടിച്ച് കൊന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ കണ്ട 1000 ടോക്കൺ ആയതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ട് നേരെ സ്ട്രെയിറ്റ് പോയിട്ട് ഇത് മേടിക്കാൻ ആഴ്സണൽക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ദാണ്ടെ 2 പേരും അവിടെ ഫൈറ്റ് എടുക്കുന്നത്. നോക്കുമ്പോൾ ഒരുത്തൻ്റെ കണ്ണിൽ നിന്ന് വീണതിൻ്റെയൊക്കെ ശബ്ദം കേട്ടു. ഞാനാണെങ്കിൽ മറ്റവനെ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പോൾ അവൻ ചാവുകയും ചെയ്തു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. അല്ലേ വേണ്ട, വെറുതെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കളയുന്നത്. ഏതാണ്ട് നമ്മളെ P90 ഇട്ടിട്ടുണ്ട്. പക്ഷേ P90ക്ക് ഇനി കില്ലെടുക്കണമെങ്കിൽ നമ്മളെ വെപ്പൺ ഗ്ലോറി കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ എയർ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ ഇട്ടേക്കാം. വേറൊരുത്തൻ്റെ ലൂട്ടും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവൻ കൊന്നവൻ്റെ ലൂട്ട് ബോക്സ് എന്ത് ചെയ്യേ? അത് കാണുന്നില്ല. ഓക്കെ, ഈ ഒരു സാധനം നമുക്കൊരു ഗ്ലൂ വാൾ ഇടാം. ഗ്ലൂ വാൾ ഇട്ടാലും അത് പൊട്ടിച്ച് പോകുമെങ്കിലും ഗ്ലൂ വാളിൽ കൊണ്ടില്ല. അതിന് മുന്നേ അവിടെ നിന്ന് സ്കാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്കാർ എടുക്കാം. ദാണ്ടെ അവിടെ വേറൊരുത്തൻ നിൽക്കുന്നത്. ഞാൻ എത്ര അവനെ കുത്തിപ്പിടിച്ച് വന്നിട്ടോ അവൻ ചത്തില്ല. നമുക്ക് ഇതിലും വഴി പോയിട്ട് അവനെ കൊല്ലാം. ആദ്യം തന്നെ അയ്യോ, ഞാൻ നേരത്തെ FGയിൽ ഇട്ടാൽ മതി. ഇപ്പോഴാണ് ഞാൻ FGയിൽ ഇട്ടത്.
ഓ താങ്കിടാ, അവൻ വീണേന്റിക്ക് വേണ്ടിയിട്ട് തന്നെ ചാവാനായിട്ട് ഫ്രണ്ടിലോട്ട് കയറി വന്നതാണ്. ഇതായാലും നമ്മുടെ ഗ്ലോറി എടുക്കാൻ പറ്റിയല്ലേ. താങ്കു. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇവിടുന്ന് നേരെ എന്നിട്ട് ഈ വണ്ടി എടുത്തിട്ട് എന്നിട്ട് ആഴ്സണൽ കീ മേടിക്കാം ഗൈസ്. ഓക്കെ, നേരെ നമ്മുടെ ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ബൈക്കിന് എത്ര സ്കിന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ബൈക്കിന് എത്ര സ്കിന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്കിന്നുകളുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ താണ്ടി ഇവിടെ നേരെ വെച്ച് പിടിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഉള്ള സ്ഥലത്തുനിന്ന് മേടിക്കാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന്. അതൊരു റിസ്ക് ആയിപ്പോയി ഗൈസ്, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. മാത്രമല്ല ഞാൻ വേറൊരു മണ്ടത്തരം കൂടെ കാട്ടി. ഞാൻ അവിടെ ചെന്നിട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ശബ്ദമല്ലല്ലോ, ആ ഒരു മാപ്പിൽ ആ ഒരു റെഡ് ഇതൊക്കെ കണ്ടു, മഷ്റൂമിൻ്റെ സിമ്പിൾ. എന്നിട്ടും ഞാൻ ഗ്ലൂ വാൾ ഇട്ടില്ല. എന്നെ എനിമി ഒന്ന് കൊന്നിട്ട് പോയി. കഴിഞ്ഞ ഇതിൽ 15 പ്ലസ് ആയിരുന്നു തോന്നുന്നു. ഇപ്രാവശ്യം നമുക്ക് 14 പ്ലസ്സാണ് കിട്ടിയത്. P90 പ്ലസ് 28. അപ്പോൾ നമ്മുടെ 3ാമത്തെ കളി ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. 3ാമത്തെ കളിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെർമുഡ മാപ്പാണ്. നമ്മൾ ബെർമുഡയിൽ സെൻറ്റോസയിലോട്ടാണ് ഇപ്പോൾ അതിൻ്റെ പറന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ സെൻറ്റോസയിൽ വന്നു കഴിഞ്ഞാൽ മിക്ക പ്രാവശ്യം ലൂട്ടെടുക്കുക. ഇല്ലെങ്കിൽ അവിടെ മറ്റേ ഒരു ടവറില്ല, അവിടെ അങ്ങോട്ടാണ് ചെല്ലാറുള്ളത്. നമ്മൾ കണ്ട് നേരെ വന്ന് വീണതും ആദ്യം തന്നെ കണ്ടത് ഡബിൾ വെക്ടറാണ്. അപ്പോൾ ഡബിൾ വെക്ടർ തന്നെ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൊട്ട് താഴത്തോട്ട് ചാടിയപ്പോഴത്തേക്കും നമ്മുടെ ഫേവറേറ്റ് ഗണ്ണായിട്ടുള്ള P90 കിട്ടിയിട്ടുണ്ട്. P90 കിട്ടി ഞാൻ നേരെ അകത്തോട്ട് ചെന്നു. ഈ ലൂട്ടെല്ലാം കളക്ട് ചെയ്തു. അപ്പോൾ പുറത്തേതോ എനിമിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനത് മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് എന്തോ കിളിപോയ രീതിയിലായിരുന്നു ഇരുന്നത്. എനിമിയുടെ കാലിൻ്റെ സൗണ്ടൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ദാണ്ടെ എനിമി മുകളിലോട്ട് ചാടി പോണത് കണ്ടത്. അപ്പോൾ ഞാനും എന്തോ മണ്ടത്തരം കാട്ടി അവിടെ നിന്ന് ചാടി. അവൻ ഈസി ആയിട്ട് അത്രയും ഡാമേജ് വന്നു. എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ അവനെ കുത്തിപ്പിടിച്ച് കൊന്നു. പിന്നെ ഞാൻ ആദ്യം ചത്തുകൊണ്ട് തന്നെ ഓട്ടോ റിവൈവായിട്ട് വരുമല്ലോ. ആ ഓട്ടോ റിവൈവിൽ വന്നിട്ട് സെൻറ്റോസയിൽ തന്നെ ഇറങ്ങിയിട്ട് അവനെ വന്നിട്ട് റിവെഞ്ച് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. നേരെ വന്ന് താഴത്തോട്ട് ഇറങ്ങി ആ സെൻറ്റോസയിലുള്ള മെയിൻ വീടുണ്ടല്ലോ, സെൻറ്റോസയുടെ ആ വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള വീടില്ലേ, അങ്ങോട്ട് ചെന്നിട്ട് അവിടുന്ന് ലൂട്ടെല്ലാം അടിക്കാമെന്നാണ് വിചാരിച്ചത്. നേരെ താഴത്തോട്ട് ഇറങ്ങി നമ്മൾ ആ വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് UMP ആണ് എടുത്തത്. നമുക്ക് മറ്റേ സ്കൈലറിൻ്റെ 1 ടൈം യൂസ് സ്കില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വുഡ്പക്കറാണെന്ന്. പിന്നെയാണ് ഞാനത് അടുത്തോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് മറ്റേ കണ്ണാണെന്ന്. എന്തുവായിരുന്നു, പടക്കം കണ്ണ്, M90. പുതിയ കണ്ണില്ലേ, പുതുതായിട്ട് വന്ന ആ കണ്ണാണ് എന്നാണ് മനസ്സിലായത്. എന്നിട്ട് ഞാൻ ആ കണ്ണ് മാറ്റിയിട്ട് ഇപ്പോൾ താണ്ടെ പ്ലാസ്മ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് പ്ലാസ്മയ്ക്ക് നിങ്ങൾക്ക് സ്കിന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് പ്ലാസ്മയ്ക്ക് 2 സ്കിന്നാണുള്ളത്. അത് രണ്ടും ഫ്രീ ആയിട്ട് കിട്ടിയ സ്കിന്നാണ് ഗൈസ്. പ്ലാസ്മയ്ക്ക് എങ്ങനെ പ്ലാസ്മയ്ക്ക് മിക്കവർക്കും സ്കിൻ കാണാനായിട്ട് തന്നെയാണ് സാധ്യതകളുള്ളത്. കാര്യം രണ്ടും ഫ്രീ ആയിട്ട് കിട്ടിയ സ്കിന്നാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ താണ്ടെ ഇങ്ങോട്ട് ചെന്നിട്ടുണ്ട്. നമ്മുടെ ലൂട്ട് ബോക്സ് താണ്ടെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എൻ്റെ P90 എടുക്കാനായിട്ടാണ് നോക്കുന്നത്. എനിമി ഉറപ്പായിട്ട് ഇവിടുന്ന് പോയിക്കാണും. കാര്യം ഇവിടെ ഉള്ള ലൂട്ടെല്ലാം ഒന്നാമതേ ഞാൻ അടിച്ചതാണ്. പിന്നെ അവനും ഇങ്ങോട്ട് വന്നിട്ട് ലൂട്ടെല്ലാം അടിച്ചിട്ട് ഒന്നെങ്കിൽ അവൻ തിരിച്ച് കേപ്പ് ടൗണിലോട്ട് പോയിക്കാണും. ഓക്കെ, നമുക്കും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം ഗൈസ്. ഓക്കെ, അയ്യോ അറിയാതെ പറ്റിയതാണ്. ഇനി ഇവിടുന്ന് നീന്തി അപ്പുറത്തോട്ട് പോകേണ്ടി വരും. ഓക്കെ, നമ്മൾ കണ്ട് ഇവിടെ നിന്ന് നീന്തി കേപ്പ് ടൗണിലോട്ട് പോവുകയാണ് ഗൈസ്. എന്തൊരവസ്ഥയാണെന്ന് നോക്കണം. ഇപ്പോൾ നമ്മളവിടെ എത്തിയേനെ. നമ്മളിവിടെ നീന്തി അങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ കാണാതെ നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. എന്തുവാ ഇത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. ഞാൻ എത്ര കൊല്ലമായിട്ട് വീഡിയോ ഇടുന്നതെന്ന് നോക്കിക്കേ. എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ മറക്കരുത്. 1-2 കൊല്ലമായിട്ട് ഞാൻ യൂട്യൂബിലുണ്ട് ഗൈസ്. ഇതൊന്ന് പച്ച പിടിപ്പിച്ചുകൂടെ നിങ്ങൾക്ക്? ഞാൻ എത്ര നന്നായിട്ടാണ് ഗൈസ് വീഡിയോസൊക്കെ ഇടുന്നത്, എത്ര കഷ്ടപ്പെട്ടാണ്. ഞാനിവിടെ സ്വയം പുകഴ്ത്തലൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാനായിട്ട് പോവാണ്. ടോക്കണൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് ആഴ്സണൽ കീ മേടിക്കണം. ഓക്കെ, ആഴ്സണൽ കീ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് വിട്ടുപിടിക്കുകയാണ്. ഇനി തിരിച്ച് കേപ്പ് ടൗണിൽ പോയിട്ട് ടോക്കൺ എടുക്കാമായിരുന്നു, പക്ഷേ അത് ഞാൻ എടുത്തില്ല. നമ്മൾ ഇനി കേപ്പ് ടൗണിലോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ വെറുതെയൊക്കെ പോകണമെന്നുണ്ട്. എനിക്കിനി തിരിച്ചു പോകാൻ കഴിയില്ലാത്തതുകൊണ്ടാണല്ലോ കേപ്പ് ടൗണിലോട്ട് പോകാഞ്ഞത്. അതുകൊണ്ട്
ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു പേരില്ലാ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് എന്തായിരുന്നു കരീന പേരിടാഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കരീന ഈ സ്ഥലത്തിന് ഒരു നല്ല പേരിട്ട് കൊടുത്തു. കണ്ടോ, അത്യാവശ്യം നല്ലൊരു സ്ഥലമല്ലേ, പീക്കിൻ്റെ സൈഡിലുള്ള സ്ഥലം. പീക്കിൻ്റെ സൈഡിലുമാണ്, കോട്ടാത്തുപുഴ സൈഡിലുമാണ്. എന്നിട്ട് ഈ സ്ഥലത്തിന് പേരിട്ട് കൊടുത്തില്ല കരീന. അങ്ങനെ നമുക്ക് പറയാം, പീക്കിൻ്റെ സൈഡിലുള്ള വീട്. എന്നിട്ട് താണ്ട് നമ്മൾ ഇവിടെ നിന്ന് എല്ലാം നേരത്തെ അവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്, അതൊന്നും വേണ്ട. അപ്പോഴാണ് താണ്ടെ അവിടെ വേറൊരുത്തൻ നിൽക്കുന്നത് ഞാൻ കണ്ടത്. വണ്ടി കൊണ്ട് ഇടിച്ചിടാന്ന് ചെന്നപ്പോഴത്തേക്കും അവൻ മാറിക്കളഞ്ഞു. ഞാനൊന്ന് വീണേൻ്റെക്ക് തൊട്ടതേ ഉള്ളൂ. അവൻ എംടണാണെന്ന് തോന്നുന്നു. എംടണ് തന്നെ. ഞാനൊന്നും കണ്ടില്ല. ആ കളിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് പോലും കിട്ടിയില്ല ഗൈസ്. നമുക്കൊരു നഷ്ടമായൊരു കളിയായിരുന്നു. പിന്നെ അടുത്ത കളി താണ്ടെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ കളിയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്ററ മാപ്പിലെ കളിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ താണ്ടെ പോകുന്നത് ഗ്രാവ് ലാബ്സിലോട്ടാണ്. അപ്പോൾ ഗൈസ് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ ഗ്രാവ് ലാബ്സിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു സ്കാർ 3 കിട്ടും. ദേ നടുക്കുള്ള സ്ഥലത്ത്. ഇപ്പം ഇല്ലല്ലോ, അത് ഒരു 90% അത് വർക്കാവും. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും വരത്തില്ല. 90%. നിങ്ങൾ വേണേൽ ഇറങ്ങി നോക്ക്, അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും. അയ്യോ അത് FGL അല്ലായിരുന്നു, ഞാൻ കണ്ടില്ല. FGL എടുക്കാമായിരുന്നു. ഗ്ലൂ ചിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫമാസും വേട്ടാണെന്നൊന്നും എനിക്കിഷ്ടമല്ല. ഫമാസ് ഒന്നും വേണ്ട. എക്സമേറ്റിനൊന്നും എനിക്ക് സ്കിന്ന് പോലും ഇല്ല. പിന്നെന്തിനാണ് ഞാൻ അത് വെച്ചോട്ട് കളിക്കുന്നത്? പക്ഷേ ഫമാസിനും എക്സമേറ്റ് കേട്ടോ. ലാൻഡ് മൈൻ ഇവിടെ വെച്ചാലോ? അല്ല വേണ്ട, നമുക്ക് ഒരു ലാൻഡ് മൈനായിട്ട് വെച്ചിട്ടും കാര്യമില്ല. മാത്രമല്ല ഇപ്പോൾ ഇവിടെ അധികം എനിമീസൊന്നുമില്ല. ഓക്കെ, SKS കിട്ടിയിട്ടുണ്ട്. എനിമീനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലയടിച്ച് പൊളിക്കാം കേസ്. നമ്മൾ ഇവിടുന്ന് ചാടി പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഒറിയോണൊന്നും ഇടുന്നില്ലെന്നേ. എന്നെ എനിമി അടിച്ചാലും ഞാൻ ഒറിയോൺ ഇടാൻ മറന്നു പോകും. ദിമിത്രി ഇതെവിടെ നിന്നാടാ? എന്തുവാടാ? മോളിൽ നിന്ന് അടിച്ച പോലെയല്ലേ തോന്നിയത്? എവിടെ നിന്നാണ് അടിച്ചത്? ഓ, അതിൻ്റെ ഇടയ്ക്ക് ലാഗ്. എന്നെ എവിടെ നിന്ന് ആരൊക്കെ അടിച്ചു കണ്ട. ഞാൻ ഇവിടെ ജസ്റ്റ് മിസ്സിന് ഒറിയോൺ ഇടാനാണെങ്കിൽ മറന്നും പോയി. നമ്മളവിടെ ചത്തു. ഓക്കെ, പക്ഷേ ടൈം ലിമിറ്റഡ് ഓട്ടോറിയൽ തീർന്നെന്നല്ലേ പറഞ്ഞേ? പക്ഷെ ഒന്നുകൂടെ നമ്മളെ ഗരീന പൊക്കി വിടുന്നുണ്ട്. ഗരീനയ്ക്ക് ഇത്തിരി സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന്. ഏറ്റവും ലാസ്റ്റായിട്ടാണെങ്കിലും നമ്മളെ പൊക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, 34 ലൈവേ ഉള്ളൂ. ജസ്റ്റ് ലൂട്ടടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുക, പ്ലസ് ഉറപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ താഴത്തോട്ട് പറന്നിറങ്ങി വരുന്നുണ്ട്. നമ്മൾ എന്തുവായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്? ഫാം ടോപ്പിയുടെ സൈഡിലുള്ള സ്ഥലം. ഫാം ടോപ്പിയുടെയും ടർബൈൻ്റെയും സൈഡിലുള്ള സ്ഥലം. ഈ സ്ഥലത്തിനും പേരിട്ടിട്ടില്ല കരീന. നമ്മൾ സൈത്ത് കിങ്ഫിഷറോ UMP കിട്ടിയിട്ടുണ്ട്. പക്ഷേ UMP ഒട്ടൊന്നും എനിക്ക് കളിക്കാൻ അറിയത്തില്ല. ലെവൽ 1 ചെസ്റ്റ് മാക്സ് 7 ഇപ്പം എനിക്ക് എടുക്കാൻ കഴിയില്ല. മാക്സ് 7 എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ SMG ആമോ ഒക്കെ കളയണം. അതൊക്കെ മൊത്തത്തിൽ മടുപ്പാണ്. കാര്യമല്ല, നമ്മളിനി P90 കിട്ടുവാണെങ്കിൽ P90 എടുക്കുകയുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ SGയുടെ അതിൻ്റെ ആമോ കളയണം. അങ്ങനെ മൊത്തത്തിൽ മടുപ്പാണ്. നമുക്കിപ്പോൾ താണ്ടെ അവിടെ ചെന്നിട്ട് ആ എയർ ഡ്രോപ്പ് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ടോക്കണൊന്നും കളക്ട് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. നമുക്കിപ്പോൾ നേരെ ഒന്ന് എയർ ഡ്രോപ്പ് അങ്ങോട്ട് എടുത്തേച്ചാൽ മതി. പോണ വഴിക്ക് ഈ ആർച്ചസ്റ്റിൽ നിന്നെല്ലാം P90 കിട്ടിയതിനെ കൊള്ളായിരുന്നു. ഓക്കെ, P90 കിട്ടിയില്ല നമുക്ക് അവിടുന്ന്. നേരെ എന്നാൽ കാറിലിട്ടാണ് ഇടിച്ചത്. നമുക്ക് നേരെ വണ്ടി ഇടിച്ച് എന്നാൽ എയർ ഡ്രോപ്പ് അങ്ങോട്ട് എടുത്തേക്കാം. എയർ ഡ്രോപ്പ് എടുത്ത് കഴിയാൻ നേരത്ത് ഒരു ലെവൽ 4 വെസ്റ്റ് ഏതെങ്കിലും നല്ല ഗണ്ണും കിട്ടും. നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. ഞാനിത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങളാരും ചെയ്യുന്നില്ലല്ലോ. എന്തൊരു കഷ്ടമാണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യ്, വീഡിയോ ലൈക്ക് ചെയ്യ്, വീഡിയോ ഷെയർ ചെയ്യ്, വീഡിയോയിൽ കമൻ്റ് ഇടുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആരും ചെയ്യാറില്ല ഗൈസ്. കമൻ്റൊന്നും വരാറില്ല. ഒരു 50 വ്യൂ വന്നാൽ ഒരു കമൻറ്റ് വരും. എന്തൊരു കഷ്ടമാണ്. ലോഞ്ച് പാഡ് കിട്ടിയിട്ടുണ്ട്. കുറേ ഹെഡ് കാരണമായിരുന്നു.
കയറൊന്നുമില്ല. നമ്മളടിക്കുന്നതൊന്നും കയറത്തില്ലല്ലോ. ഇല്ലെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നും കയറത്തില്ല. അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര കളിയായിരിക്കും ഫസ്റ്റ് ടൈമൊക്കെ കളിക്കുമ്പോൾ. കണ്ടാ ഒറിയോണിട്ട ഒറിയോൺ കറക്റ്റ് സമയത്ത് ഇട്ട് അവളോ ഈ ക്യാരക്ടർസിൽ എന്താണോ കൊള്ളാത്തേ. ഓക്കെ നമ്മളവിടെ ശവമായിട്ടുണ്ട്. അവൻ എന്നെ പെട്ടിയാക്കി. പക്ഷെ 3+ കിട്ടി കേട്ടോ. 3+ കിട്ടിയിട്ട് എന്തിനല്ലേ. ഓക്കെ എന്തായാലും +ആണ്. അതിനെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയിൽ കാണാം. ബൈ.